സന്ദീപ് വാര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം. സന്ദീപ് വാര്യർ ചീള് കേസാണ്. സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എനിക്ക് പാലക്കാട്ടെ ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ബഹുമാനായിട്ടുള്ള KPCC പ്രസിഡന്റ്, ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ അടിവേര് UDF മാന്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. സന്ദീപ് വാര്യർ ചീള് കേസാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. മനസ്സിലായല്ലോ? ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ടെന്നാണ്. എന്താ സംശയം? പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ BJP എന്ന് എഴുതിക്കൊടുത്ത ഈ BJPയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ. സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജിമെന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളത്തിൽ ഞാൻ ഒരിക്കലും പറയില്ല. UDFന്റെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി അതിന് നഷ്ടപ്പെടാൻ പോകും. ഞാൻ നിസ്സാരക്കാരനാണ്. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ. സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ്. ഇതൊരു മധുര പ്രതികാരമാണ്. ഒരു പ്രതികാരവുമില്ല. ഞാൻ വളരെ നിസ്വാർത്ഥ പൊതുപ്രവർത്തകനാണ്. സന്ദീപ് വന്ന UDF തോറ്റു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളിയല്ലേ പറഞ്ഞത്? സ്നേഹം മാത്രം. പക്ഷെ അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹം മാത്രം.